അള്ളാഹു നമ്മിൽ നിന്ന് ഈ ഒരു കർമ്മം സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ഇജാസ് ഉസ്താദാണ്. അദ്ദേഹത്തെ വളരെ ഇതോടെ السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, പള്ളി വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ യുവാവ് ഉണ്ടായിരുന്നു. അവളെ അള്ളാഹുവിന്റെ റസൂൽ കുറച്ചു ദിവസം കണ്ടില്ല. അന്വേഷിച്ചപ്പോൾ മരണപ്പെട്ടു എന്നുള്ള ഒരു വിവരം ലഭിച്ചു. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല? അവളുടെ അല്ലെങ്കിൽ അവന്റെ കാര്യം അവർ നിസ്സാരമാക്കിയതുപോലെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അവളുടെ ഖബർ കാണിച്ചു തരിക. അവർ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കരിച്ചു. എന്നിട്ട് പ്രകാരം പറഞ്ഞു, ഈ ഖബറുകളെല്ലാം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. എന്റെ ഈ നമസ്കാരത്തോടെ അവയെല്ലാം അള്ളാഹു പ്രകാശിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചയത്തിലുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടായിരുന്നു. അതിന്റെ ആശയം ഇതാണ്: ഒരു ദിനം അവർ രോഗിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. കൂട്ടുകാരോട് ഇപ്രകാരം ഉണർത്തി, മരണപ്പെടുകയാണെങ്കിൽ ഞാൻ നമസ്കരിച്ചതിന് ശേഷമല്ലാതെ ജനാസ മറവ് ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നീട് അവൾ മരിച്ചു. ജനാസയുമായി ആളുകൾ മദീനയിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു. റസൂൽ അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. റസൂലിനെ ഉണർത്തേണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ സ്വന്തമായി നിസ്കരിച്ച് ബഖീയിൽ മറമാടി കഴിഞ്ഞു. പ്രഭാതമായി അവര് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്ത്രീയെ മറമാടി. ഞങ്ങൾ ഇവിടെ വന്നിരുന്നു, താങ്കളപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു, ഉണർത്തേണ്ടതില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. അവർക്കൊപ്പം അവളുടെ ഖബറിനടുത്തേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു. അവിടെ എത്തി നമസ്കാരത്തിനായി നിന്നു. അവരെല്ലാം പിന്നിലും അണിനിരന്നു 4 തക്ബീറുകൾ ചൊല്ലി അവര് നമസ്കരിച്ചു. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതി, പള്ളി വൃത്തിയാക്കുന്നതിന്റെ മഹത്വം വിവരിക്കുന്ന ഹദീസാണിത്. വൃത്യരെയോ കൂട്ടുകാരനെയോ കാണാതായാൽ നമ്മൾ അന്വേഷിക്കണം. അവർക്ക് പ്രാർത്ഥനയോടെ പ്രത്യുപകാരം ചെയ്യണം. നല്ലയാളുടെ ജനാസ നമസ്കാരത്തിന് സാക്ഷിയാവണം. ആദ്യം നമസ്കരിക്കാത്തവർക്ക് പിന്നീട് ഖബറിനരികിൽ നമുക്ക് നമസ്കരിക്കാം. മരണവാർത്ത വിളംബരം ചെയ്യാം. ഇക്കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇബ്നു ഉസൈമിൻ ഈ ഹദീസിലെ ഗുണപാഠങ്ങള് നമുക്ക് ഇങ്ങനെ എണ്ണി പറയാം. എന്തൊക്കെയാണ്? ആളുകളുടെ ജോലിയും അതുപോലെ തന്നെ പുണ്യകർമ്മങ്ങളും മാനിച്ച് അവരെ പ്രത്യേകം സ്ഥാനങ്ങൾക്കനുസരിച്ച് നമ്മൾ അവരെ പരിഗണിക്കണം. പദവികളെ നമ്മൾ പരിഗണിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പള്ളി വൃത്തിയാക്കാൻ സൗജന്യമായിട്ടായാലും വേതനത്തിനായാലും സ്ത്രീകളെയും ചുമതലപ്പെടുത്താം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, പ്രവാചകന് അദൃശ്യ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് അവളുടെ ഖബർ എനിക്ക് കാണിച്ചു തരിക എന്നാവശ്യപ്പെട്ടത്. കാണുന്നത് തിരിച്ചറിയുന്നില്ലെങ്കിൽ കാണാത്തത് അറിയില്ലെന്ന് ഉറപ്പാണല്ലോ. നാലാമത്തെ ഗുണപാഠം നമുക്ക് മനസ്സിലാവുന്നത്, ജനാസ മറമാടുന്നതിന് മുമ്പ് നമസ്കരിക്കാനാവാത്തവർക്ക് ഖബറിനരികിൽ ചെന്ന് നമസ്കരിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം, സമൂഹത്തിലെ ചെറിയവരെയും അതുപോലെ തന്നെ വലിയവരെയും ഒരേപോലെ വിലമതിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും പരിഹരിക്കുകയും ചെയ്തിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് ഈ ഒരു ചെറിയൊരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് റസൂലിന്റെ സൽപെരുമാറ്റത്തിനുള്ള സാക്ഷ്യമാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. തന്റെ അനുയായികളിൽ എല്ലാവരെയും തിരുദൂതർ വിലമതിച്ചിരുന്നു. പ്രത്യേകിച്ച് ദരിദ്രരെയും ദുർബലരെയും അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും പരിഹരിക്കുകയും ചെയ്തിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹത്തിലും പരത്തിലും ദുർബലന്മാരുടെ കൂട്ടത്തിൽ, ബലഹീനന്മാരുടെ കൂട്ടത്തിൽ ആകണമേ എന്ന് അള്ളാഹുവോട് സദാ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاك الله خير. آمين.